السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ പഠനം ക്ലാസ് അൽഹംദുലില്ലാഹ് വളരെ മുന്നോട്ട് റാഹത്തായിട്ട് പോവുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ പഠിച്ചു മറന്നവർ പഠിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ജീവിതത്തിൽ ഇനി അറബി അക്ഷരം പഠിക്കാനോ പരിശുദ്ധ ഖുർആൻ ഓതാനോ കഴിയുമെന്ന് പ്രതീക്ഷിക്കാതെ വലിയൊരു അനുഗ്രഹമാണിത്. കാരണം എന്താ, ഖുർആൻ പഠിച്ച് മറന്നുപോയവരൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ആ ഖുർആനിലേക്ക് കൊണ്ടുവരുന്നതും വിശുദ്ധ ഖുർആൻ പഠനത്തിൽ സന്തോഷത്തോടെ ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അറബി അക്ഷരങ്ങൾ നമ്മൾക്ക് എളുപ്പമുള്ള അക്ഷരത്തിൽ നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. കാരണം എല്ലാ അക്ഷരങ്ങളും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പലരും പുറകോട്ടുമാകും. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. കാരണം എന്താ, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നാളൊക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയില്ലയോ, ഇതേപോലൊക്കെ മുന്നോട്ടൊക്കെ പോകാം എന്ന് ധാരണയിൽ പോവും. അപ്പോൾ ഇന്ന് നമ്മൾ 5 പദങ്ങൾ 5 വാക്കുകൾ നമ്മളിന്ന് പഠിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് കൂട്ടക്ഷരമായിട്ട് വന്നാൽ അതിലുള്ള വ്യത്യാസം പലർക്കും അറിയത്തില്ല. ഇന്ന് നമ്മൾ പഠിക്കുന്ന 5 പദങ്ങളാണ്. ആ 5 പദങ്ങളൊക്കെ ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അത് നമുക്ക് പഠിച്ച അക്ഷരങ്ങളാണ്. ഇത് സീനാണ്. സീൻ വത്തഹിട്ട സായ്, രണ്ടാമത്തെ ഹ മീം. അപ്പം സ ഹ് സഹ് എങ്ങനെ പറയും? സഹ്. ഈ ഹാന്റെ സുക്കൂന് ഹ് എന്ന് പറയത്തില്ല. സഹ് സഹ് മുൻ സഹ് മുൻ കണ്ട സഹ് മുൻ. ഈ ഹ എവിടുന്നാണ് വരുന്നത്? തൊണ്ടയിൽ നിന്ന് പറയരുത്, തൊണ്ടയുടെ താഴെ അറ്റത്തുനിന്ന് വരുന്നതാണ് അക്ഷരങ്ങൾ. ഹ അല്ലേ? ഈ ഹ അതേപോലെ ഇതേ സ്ഥാനത്ത് നിന്ന് വരുന്നതാണ് ഈ ഹാവും. അപ്പോൾ ഈ ഹായിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമായ വിഷയം. ഉദാഹരണം പറയാം, ഈ ഹ നമുക്കറിയാം, ഇത് ഹ ആണ്, ഇതും ഹ ആണ്. രണ്ടും ഒരേ മഖറിജിൽ നിന്ന് വരുന്ന, എഴുത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എഴുത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ സഹ്മെന്ന് എഴുതുമ്പോൾ ഈ ഹ എഴുതില്ല, ഇതേ എഴുതത്തുള്ളൂ. രണ്ടാമത്തെ തുടങ്ങുമ്പോഴും ഈ ഹ എഴുതത്തുള്ളൂ, ഈ ഹ കൊണ്ട് തുടങ്ങില്ല. ഇത് അവസാന പദത്തിൽ വരുമ്പോൾ മാത്രം ഈ ഹ വരും. അതുകൊണ്ടാണ് നമ്മുടെ അള്ളാഹു എന്ന് എഴുതുമ്പോൾ എന്ത് വരും? അള്ളാഹു അല്ല, ഈ ഹ വന്നു. ഈ ഹ എഴുതുവോ? ഇല്ല. കാരണം അവസാനിക്കുന്നതിൻ്റെ അടുത്തേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഹാത്ത വരത്തുള്ളൂ. മനസ്സിലായോ? ഹാത്ത എന്ന് പറയാൻ കാര്യം, ഈ ഹ ഇനി 2 പുള്ളി ഇട്ടാൽ എന്തായി മാറും? തായി മാറും. 2 പുള്ളി ഇട്ടാൽ തായി മാറി. നമ്മൾ അറബിയിൽ അലിഫ് ബാ താ എന്ന് പറയുന്നത് 2 പുള്ളിയുള്ള അക്ഷരം ഉണ്ടല്ലോ, ഈ താ അന്നായി മാറും. പക്ഷെ എഴുത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സഹുമുൻ, രണ്ടാമത്തത് ഹൂദുൻ, മഹ്ദുൻ, ഷബഹുൻ, സനത്തുൻ. 5 പദങ്ങൾ. ഈ സനത്തുൻ എഴുതുമ്പോൾ ഈ താ എഴുതുവോ? ഇല്ല. സനത്തുന്ന് എഴുതുമ്പോൾ എന്തായി? ഈ തായ എഴുതത്തുള്ളൂ. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ 5 വാക്കുകൾ എന്ന് പറഞ്ഞു നോക്കെ: സഹുമുൻ, ഹൂദുൻ, മഹ്ദുൻ, ഷബഹുൻ, സനത്തുൻ. അപ്പൊ മനസ്സിലായല്ലോ. ഈ അക്ഷരങ്ങളിൽ ഈ അക്ഷരങ്ങളിൽ പ്രധാനപ്പെട്ട ഹ ആണ് അല്ലെ? ഈ ഹ നമ്മൾ നല്ലോണം ഉച്ചരിക്കണം. എന്തിലുണ്ട്? അള്ളാഹു എന്ന് പറയുന്നതിലുണ്ട് അല്ലെ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം തുടങ്ങുന്ന എങ്ങനാ അല്ലെ? ഹ ഉണ്ട്. ഫാത്തിഹയിൽ വളരെ മുഖ്യമായ ഒരു അക്ഷരമാണിത്, ഹ അല്ലെ? 14 ഫർളാണേ നമസ്കാരത്തിന്, 14 കേടു വന്നാലെന്തിന്, നിസ്കാരം അപ്പോൾ തന്നെ പിഴവായി പോകുമേ, നിൽക്കുന്നു റബ്ബിൻ മുമ്പിൽ എന്തിന് ഭംഗമേ, നിയ്യത്ത് വേണം അതാദ്യമായി ഫർളൊന്നതാ, നിയ്യത്ത് കൂടാതുള്ള മൽപ്പാഴായതാ, തക്ബീറത്തുൽ ഇഹ്റാം 2ാം ഫർളടോ, തക്ബീറു നിയ്യത്തോടെ ചേർക്കണം അറിയടോ, കഴിവുള്ളവൻ ഫർളിന് നേടി നിൽക്കണം, കഴിയാതെ വന്നാൽ ഖിബില കൊള്ളയിരിക്കണം. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. എന്താണ്? 4ാമതായി നീ ഫാത്തിഹ ഒന്നോദണം, 4 റക്അത്തെങ്കിലും അത് തുടരണം, മാറ്റിത്തിരിച്ചിട്ടക്ഷരം മറിക്കല്ലേ. എന്താ പറഞ്ഞത്? മാറ്റിത്തിരിച്ചിട്ടക്ഷരം മറിക്കല്ലേ, മാറ്റം വരും തരും അർത്ഥവും വരുത്തല്ലേ. മാറ്റിത്തിരിച്ചിട്ടക്ഷരം മറിക്കല്ലേ, മാറ്റം വരും തരം അർത്ഥവും വരുത്തല്ലേ. ഹറക്കാത്ത് സക്കനാത്തൊക്കെയും ശ്രദ്ധിക്കണേ, ഷദ്ദുള്ള ദിക്കിൽ ശ്രദ്ധയോടെ മോദണേ.
ഹറക്കാത്ത് സക്കനാത്തൊക്കെയും ശ്രദ്ധിക്കണേ, ഷദ്ദുള്ള ദിക്കിൽ ശ്രദ്ധയോദണേ. മസ്ബൂക്കിനോതി തീർക്കണം എന്നില്ല, മസ്അല പഠിക്കാൻ ആരുമേ ഇന്നില്ല. ഇന്നത്തെ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോരുത്തരുടെയും ഫാത്തിഹ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെ മാത്രം പോരാ, നമ്മളെ മക്കളുടെയും ഭാര്യയുടെയും കുടുംബത്തിൻ്റെയൊക്കെ ഫാത്തിഹ ശ്രദ്ധിക്കണം. കാരണം എന്താ, ഒരക്ഷരം തെറ്റിയാൽ നിസ്കാരം എന്തായി പോയി, ബാത്തിലാവും, നിസ്കാരം നിഷ്ഫലമാവും. ഞാനൊരു തമാശയിൽ കൂടെ പറയാണ്, 1 കോടി രൂപയും കൊണ്ട് ഒരാൾ പള്ളിയുടെ മുമ്പിൽ വന്ന് നിൽക്കുക. എന്തിനാ? ജുമാ കഴിഞ്ഞപ്പോൾ കൊടുക്കാനാ, എല്ലാവർക്കും 1000 രൂപ വീതം കൊടുക്കാനാ. കൊടുക്കുന്ന ഫാത്തിഹ കറക്റ്റായിട്ട് ഓതുന്നവർക്ക് കൊടുക്കാനാ. അപ്പൊ എത്ര പേര് വാങ്ങിക്കാൻ കാണും അതിന്? നമ്മുടെ അവസ്ഥ ഒന്ന് അല്ലാതിച്ചു നോക്കെ. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൂടാമെങ്കിലും പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും പക്ഷേ നമ്മൾ എന്ത് ചെയ്യില്ല, മുന്നോട്ട് വരുന്നില്ല. കാരണം എന്താ, പലർക്കും നാണക്കേടാണ്, പലർക്കും ഈഗോ ആണ്. എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നത്. നമ്മൾ അഥവാ പഠിക്കാൻ വിളിച്ചാലും പറയും, ഇത് പഠിച്ചില്ലയോ, ഇത്രയും നാളായിട്ട് പഠിച്ചില്ലയോ, സത്യത്തിൽ ഇയാളുടെ ഫാത്തിഹയ്ക്ക് വല്ല ഉറപ്പുണ്ടോ, വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. എന്നാൽ തന്നെയും നമ്മളൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം. അള്ളാഹു തആല നമുക്ക് അവസരങ്ങൾ തന്നു. ഇതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടും അള്ളാഹുവിന്റെ മുമ്പിൽ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും എല്ലാവരും മുന്നോട്ട് വേണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമുക്ക് ഈ അക്ഷരങ്ങളെ കൂട്ടക്ഷരങ്ങളൊന്ന് പഠിപ്പിച്ചുതരാം. എങ്ങനെയാണ് നമ്മൾ കൂട്ടക്ഷരം എഴുതുന്നതെന്ന് അല്ലേ? ഈ 5 അക്ഷരങ്ങൾ ഒറ്റ അക്ഷരങ്ങളിൽ എഴുതിയത്, ഒറ്റ വാക്ക്, ഒറ്റ പദങ്ങളിലില്ല അല്ലേ? ഒരു വാക്കുകളായിട്ട് എഴുതിയേക്കുന്നത്, ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതിയേക്കുന്നത്. ഇനി കൂട്ടക്ഷരങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് കാണിച്ചു. സാ, ഹ്, മുൻ അല്ലേ? ഇത് എഴുതുമ്പോൾ സീനിന്റെ 2 ചുനുപ്പ് മാത്രം കണ്ടോ? എന്നിട്ട് ഇതാ ഹ, മീമ്, സഹ്മുൻ കണ്ടോ? ഹൂദുൻ എന്നാണ് പദവ. ഹൂദുൻ കണ്ടോ? ഹ ഇന് ലമ്മു, ഹു, ലമ്മിന് നീട്ടാൻ വാവ്, ഹു, പിന്നെ ദാല്, ഹൂദുൻ. ഹൂദുൻ ഹൂദുൻ എന്നുള്ളത് നമ്മൾ എഴുതാൻ പോകുന്നുണ്ട്. ഹ എഴുതിയിട്ട് പിന്നെ വാവ് കൂടെ എഴുതും. ഹൂദുൻ, മീമ്, ഹാ, ദാല്, മഹ്ദുൻ. അപ്പം മീമ്, ഹാ, ദാല് കണ്ടോ? ദാല് എഴുതിയുണ്ടോ? ദാല് സാധാരണ ഇങ്ങനെ കിടക്കേണ്ടത്, പക്ഷെ വേറെ അക്ഷരമായിട്ട് ചേർക്കുമ്പോൾ ഇങ്ങനെ മേളോട്ട് കിടക്കും. പക്ഷെ ഇതേപോലെ ഒരു അക്ഷരം എഴുതും, അത് നീളം വരുമ്പോൾ ലാമാവും, അത് വേറെ രൂപത്തിലോ. അപ്പൊ ദാലാണിത്. മഹ്ദുൻ. എങ്ങനെ എങ്ങനെ പറയുന്നേ? മഹ്ദുൻ അല്ല, എവിടുന്ന അടുത്ത ഷബഹുൻ. ഷബഹുൻ. ഇവിടെ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത്. എവിടെ എന്താണ് ഈ ഹ എന്ന് പറയുന്നത്? ഈ ഹാവും ഒന്നാണെന്ന് പഠിച്ചില്ലേ? അപ്പം ഈ ഹ എവിടെ എഴുതുന്നുണ്ടാവും നോക്കാം. ഷ ഷ ബ ഹുൻ കണ്ട? ഷ ഷീൻ തന്നെ പുള്ളിയിട്ടാ ഷ ബ ഹുൻ. 3 അക്ഷരങ്ങള്. സീന്, സ, നൂന്, ന, പിന്നെ താ. ഈ താ ആണ് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ടത്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു താ? ഇതാ അല്ല, ഇതല്ലേ താ? ഈ താ തന്നെയാണ് പുള്ളിയിട്ടാൽ 2 ഒന്നാണ് താ. അപ്പൊ എങ്ങനെയായി? സനത്തുൻ. എന്തായി? സനത്തുൻ. നോക്കേ, സ ഇങ്ങനെ ഇട്ടിട്ട് ന, സനത്തുൻ, സനത്തുൻ. മനസ്സിലായോ? ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? നോക്കേ, സനത്തുൻ, ഷബഹുൻ, മഹ്ദുൻ, ഹൂദുൻ, സഹ്മുൻ. ഇത് സഹ്മുൻ, ഹൂദുൻ, മഹ്ദുൻ, ഷബഹുൻ, സനത്തുൻ. പഠിക്കണമെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റുന്ന ഭാഷയല്ലയോ അല്ലേ? ലോകത്തിൽ നമ്മൾ ആദ്യം തന്നെ പറയുന്നത്, ലോകത്ത് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ ഭാഷ ഏതാണ്? അറബിയാണ് അല്ലേ? പരിശുദ്ധ ഖുർആന്റെ ഭാഷയാണ് അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയാണ്. നാളെ സ്വർഗത്തിലെ ഭാഷയും ഏതാണ്? അറബിയാണ്. അപ്പൊ നമ്മൾ ആ ഭാഷയെ വല്ലാതെ ഇഷ്ടപ്പെടണം. ഓരോ അക്ഷരത്തെയും നമ്മൾ വല്ലാതെ സ്നേഹിക്കണം. അതനുസരിച്ച് നമുക്ക് പരിശുദ്ധ ആ സ്നേഹം അനുസരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടും. ഏത് കാര്യത്തെ അങ്ങോട്ട് സ്നേഹിക്കുന്നോ അതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? പഠിക്കണമെന്ന് വെച്ചാൽ ആർക്കും പഠിക്കാൻ പറ്റും, അത് ഉറപ്പാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ ആൾക്കാർ, നിങ്ങൾക്ക് ഈ പഴയ വീഡിയോയിൽ കണ്ടാൽ അറിയാം, എത്രയോ ആൾക്കാരാ പറയുന്നത് ഞങ്ങൾ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഫാത്തിഹ മാത്രമേ ധൈര്യമായിട്ട് ഓതാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? നമുക്ക് തെറ്റുമെന്നുള്ള ബോധ്യമുണ്ട്. ഞാൻ ഓതുന്നത് തെറ്റ് വന്നാൽ തന്നെ നമുക്ക് തിരുത്താൻ അവസരമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓതാം. കുട്ടികൾ പഠിക്കുന്ന പോലെയല്ല. കുട്ടികളെന്ന് പറയേണ്ട ഒരു സമ്മർദ്ദത്തിന്റെ പുറത്ത് പഠിക്കുന്ന. പക്ഷെ മുതിർന്നവരങ്ങനെയല്ല, ഖേദിച്ച് നടക്കുക, പടച്ചവനെ പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്.
അങ്ങനെയുള്ളവർക്ക് അവസരമുണ്ട്. അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.